സൂറത്തുൽ ലുഖ്മാനിന്റെ 7-ാമത്തെ ആയത്തിൽ ഈ വിശുദ്ധ ഖുർആനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദഅവത്ത് ചെയ്ത് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ വല്ലാ മുസ്തക്ബിറൻ അഹങ്കാരം കൊണ്ട് തിരിഞ്ഞു പോവുകയാണ്. കഅൻ ലം യസ്മഅഹാ, കേൾക്കാത്തവരെ പോലെ. അവർ കേട്ടിട്ടില്ല, കേൾക്കാൻ തയ്യാറെന്നല്ല. കഅന്ന ഫീ ഉദ്നൈഹി വഖറൻ, അവരുടെ ചെവിയിൽ എന്തോ കട്ടിയുള്ള ഒരു മൂടി വെച്ചിരിക്കും പോലെ അവർ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അള്ളാഹു പറയുന്നു വേദനയേറിയ ഒരു ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ആരാണ്? അവർ തീരെ ആ ആയത്തുകൾ കേൾക്കാൻ തന്നെ തയ്യാറാവില്ല. റസൂൽ ഖുർആൻ ഓതുകയാണ് അല്ലെങ്കിൽ പ്രബോധനം ചെയ്യുകയാണെന്ന് കണ്ടാൽ ആ വഴിയിൽ നിന്ന് മാറിപ്പോകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ വീട്ടിന്റെ ഓരത്തു നിന്ന് മാറി വേറെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളെ പറ്റി പറയുന്നു, അവർ കടുത്ത ആളുകളാണ്. കാരണം ആദ്യം പറഞ്ഞ വിഭാഗം അവർക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം പല ആളുകളെയും, ശക്തന്മാരായ ആളുകൾ അവരുടെ മനസ്സിനെ പോലും ലോലപ്പെടുത്തി വിശുദ്ധ ഖുർആനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ, അബൂജഹലിനെ പോലുള്ള ആളുകൾ, അവരെ കുറിച്ച് പറയുകയാണ്, യസ്മഉ ആയാത്തില്ലാഹി തുത്ലാ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകൾ ഓതുമ്പോൾ അത് കേൾക്കുന്നുണ്ട്. യസ്മഅ, അവർ കേൾക്കുകയാണ്. സുമ്മ യുസിറു മുസ്തക്ബിറൻ, കേട്ട് കഴിഞ്ഞതിന് ശേഷം, ആയത്ത് കേട്ടതിന് ശേഷം എന്ത് ചെയ്യാണ്? തിരിഞ്ഞു പോവുകയാണ്. കഅൻ ലം യസ്മഅഹാ, കേൾക്കാത്തവരെ പോലെ. ഫബശ്ശിർഹു ബിഅദാബിൻ അലീം, അവർക്കും വേദനയേറിയ ശിക്ഷയാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുൽ ജാത്തിയയുടെ 9-ാമത്തെ ആയത്തിൽ, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, വഇദാ അലിമ മിൻ ആയാതിനാ ഷൈഅൻ, ഇനി ആ ആയത്തിൽ തന്നെ അവർക്ക് മനസ്സിലാകുന്ന പോയിന്റുകൾ എന്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്താൽ തന്നെ ഇത്തഖദഹാ ഹുസ്വൻ, അവർക്കെല്ലാം തമാശയാണ്, അവർക്കെല്ലാം കളിയും ചിരിയുമാണ്. റസൂൽ ഓതി കൊടുക്കുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുന്നു, കഴിഞ്ഞോ, ഇനി എന്തെങ്കിലും പുതിയുണ്ടോ? കളിയാക്കി ചോദിക്കാൻ. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയാണെന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗമുണ്ട്, തീരെ കേൾക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ, അവരെക്കാൾ കടുത്തവരുടെ രണ്ടാമത്തെ ടീം. ആദ്യത്തെ ആൾക്കാർ ഖുർആൻ കേട്ടാൽ മാറ്റേണ്ടാവുന്ന പേടിച്ചിട്ട് മാറിപ്പോവാൻ മുശ്രിക്കുകളാണ്. എന്നാൽ കടുത്ത ഹൃദയമുള്ള ആളുകൾ, അത്രത്തോളം ഹൃദയം കടുത്തു പോയ ആളുകളെ പറ്റി പറയാണ്, ആയത്ത് കേൾക്കുകയും കേട്ടതിന് ശേഷം പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. മുസ്തക്ബിരീങ്ങൾ, അങ്ങേയറ്റം അഹങ്കാരമുള്ള ആളുകൾ. ഈ ആയത്തിന്റെ തഫ്സീർ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടുക? സൂറത്ത് നൂഹ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്താണ്, ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ ഇന്നി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ തിയാബഹും. നൂഹിനെ വിളിച്ചപ്പോൾ എന്താ ചെയ്തത്? അവർ കേട്ടാൽ അവർക്കും പേടിയായിരുന്നു. കേൾക്കാൻ പഠിച്ച എന്ത് ചെയ്യണം? വിരൽ ചെവിയിൽ വെച്ചിട്ട് വസ്ത്രം തലയിലൂടെ മൂടി കേൾക്കാൻ തന്നെ കൂട്ടാക്കാതെ പോവാൻ. എന്നാൽ അള്ളാഹുവിന്റെ അതിമഹത്തരമുള്ള ഇതാ ഒരു പർവ്വതത്തിന്റെ മേലെ ഈ ഖുർആൻ ഇറക്കി കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, അതുപോലും പ്രകമ്പനം കൊണ്ട് തകിടുപൊടിയാക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഖുർആൻ കേട്ടിട്ട് മാറ്റം ഉണ്ടാകാത്ത ആളുകൾ, അത് മനസ്സ് അങ്ങേയറ്റം കടുത്ത ആളുകളാണ്. അബൂജഹലിനെ പോലെ അങ്ങേയറ്റം മനസ്സ് ലവലേശം ഒരു ലോലതയുടെ അംശം പോലും ഇല്ലാത്ത ആളുകളാണ് അത്തരത്തിൽ ഖുർആന്റെ ആയത്ത് കേട്ടിട്ടും പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെന്നാണ്. മറ്റൊരു വിഭാഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ അള്ളാഹുവിന്റെ വചനങ്ങൾ സ്വീകരിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ വചനം എന്ത് ചെയ്യും? സ്വീകരിക്കും. പക്ഷേ അവർ ഖുർആനെ പാർട്ടാക്കി തിരിക്കും. എങ്ങനെ? അവർക്ക് എടുക്കാൻ പറ്റുന്ന ഭാഗം, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഗം, അവർക്ക് തോന്നുന്ന സമയത്ത് അവർ സ്വീകരിക്കുന്ന ഖുർആന്റെ ആയത്തുകൾ അവർ പൂർണ്ണമായി ഒഴിവാക്കുന്ന ഭാഗങ്ങൾ. ഇത് ബനൂ ഇസ്രായേലിന്റെ സ്വഭാവമായിരുന്നു വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അള്ളാഹു പറയുകയാണ്, കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ, ഈ ഗ്രന്ഥം അള്ളാഹുവിന്റെ വചനം മുഖ്തസിമീങ്ങളുടെ മേൽ അള്ളാഹു അവതരിപ്പിച്ചതുപോലെ. എന്താണ് അവരുടെ സ്വഭാവം? അല്ലദീന ജഅലുൽ ഖുർആന അദീം. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, അഥവാ ജസ്സഉ കുതുബഹുൽ മുനസ്സല, അള്ളാഹു അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമുണ്ടല്ലോ, ആ ഗ്രന്ഥത്തെ ജസ്സഉ, ഓരോ ജുസാക്കി അവർ മാറ്റി, ഓരോ പാർട്ടാക്കി അവർ മാറ്റി. ഫആമനു ബിബഅദിൻ വകഫറു ബിബഅദിൻ, എന്നിട്ട് അവർക്ക് പറ്റുന്ന ഭാഗം വിശ്വസിച്ചു, പറ്റാത്ത ഭാഗം തള്ളിക്കളയുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, നിങ്ങൾക്ക് പറ്റുന്ന ഭാഗം നിങ്ങൾ സ്വീകരിക്കുകയും പറ്റാത്ത ഭാഗം ഒഴിവാക്കുകയും ചെയ്യുകയാണ്, തള്ളിക്കളയുകയും ചെയ്യുകയാണോ? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക്, അപ്രകാരം ചെയ്യുന്നവന്റെ ജസാ, പ്രതിഫലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ തന്നെ അപമാനമായിരിക്കും. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, നാളെ പരലോകത്തെത്തിയാൽ അതികഠിനമായ ശിക്ഷ അവർക്കുണ്ട് എന്നാണ്. ബനൂ ഇസ്രായേലിന്റെ സ്വഭാവമാണത്. പാർട്ടാക്കി തിരിച്ചിട്ട് തോന്നിയെടുക്കാൻ, അല്ലാതെ തള്ളിക്കളയാൻ.
നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. ഒരുപാട് അള്ളാഹിന്റെ മാത്രം പറയുന്ന ആൾക്കാരുണ്ട്, റസൂലിന്റെ സുന്നത്ത് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവർക്ക് തോന്നുന്ന സമയത്തൊക്കെ അവർക്ക് പറ്റുന്ന ആയത്ത് അവരെടുക്കും, ബാക്കിയൊക്കെ അവരുടെ ബുദ്ധിക്കനുസരിച്ച്. ഇത് വളരെ ഗൗരവകരമായി നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇതും ഹൃദയം കടുത്തുപോയവരുടെ, മനസ്സിൽ കസ്വത്തുണ്ടായവരുടെ അടയാളമാണ് എന്ന് നമുക്ക് മുഫസ്സിരീങ്ങൾ പറഞ്ഞു നൽകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരു കൽപ്പന വന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നാൽ, നിരോധനം വന്നാൽ അത് അതേപടി സ്വീകരിക്കുക. കൽപ്പനയുടെ വിഷയത്തെ റസൂൽ പറഞ്ഞതുപോലെ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിസ്കാരം 5 നേരം നിർബന്ധമായി നിസ്കരിക്കണം, ബാക്കിയൊക്കെ സുന്നത്തുകൾ കഴിയുന്ന രൂപത്തിൽ, ഖുർആൻ പാരായണം കഴിയുന്ന രൂപത്തിൽ. എന്നാൽ നിരോധനം വന്നാൽ ഫജ്തനിബൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരോധനം വന്നാൽ അവിടെ കുറച്ച് ചെയ്യാം, അതില്ല പൂർണ്ണ ഒഴിവാക്കുക. എങ്ങനെ? കൽപ്പന വന്നാൽ നമുക്ക് എത്രയാണോ കഴിവിന്റെ പരമാവധി എത്രയാണോ അത്ര ചെയ്യാം. നിർബന്ധമായി എന്തായാലും ചെയ്യണം, നമ്മുടെ കഴിവിന്റെ പരമാവധി അമലുകൾ ചെയ്യണം. എന്നാൽ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒഴിവാക്കൽ അത് പറഞ്ഞ ഉടനെ ഒഴിവാക്കണമെന്നാണ്. നമ്മൾ പലപ്പോഴും ആൾക്കാരോട് പല ഹറാമുകളെ പറ്റിയും പല നിരോധനങ്ങളെ പറ്റിയും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ സാധാരണ പറയാറുള്ളത്, ഇപ്പോൾ കുറേ കാലമായിട്ട് ചെയ്തു വരികയാണ്, ഇതിപ്പോൾ എങ്ങനെ ഒഴിവാക്കുക, ജീവിതത്തിന്റെ ഭാഗമായി മാറി, സിനിമ കാണാനും പാട്ട് കേൾക്കലൊക്കെ ഭാഗമായി മാറിക്കഴിഞ്ഞു, ഇനി ഇത് മാറ്റാൻ കഴിയാനില്ല എന്ന് കരുതാതെ അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്തിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത സ്വഹാബാക്കളുടെ അവസ്ഥ എന്തായിരുന്നു? അവരെ പോലെ മദ്യത്തിൽ അഡിക്റ്റായ വേറൊരു സമൂഹത്തെ കാണാൻ കഴിയും. ചില ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അദ്ദേഹം ദുആ ചെയ്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുകയാണ്, മദ്യം അത് ഇസ്മുൻ കബീർ, അത് ഒരുപാട് തിന്മകളുണ്ട്, എന്നാൽ മനാഫിഉ ലിന്നാസ് ആദ്യത്താണ് അവതരിച്ചത്. ആദ്യം സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ശരിയാണ്, നിങ്ങൾക്ക് ചില ഗുണങ്ങൾ മദ്യത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ ഇസ്മുൻ കസീർ, ഒരുപാട് ധാരാളം തിന്മകൾ, അബദ്ധങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അള്ളാഹു ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് അവിടെ നിന്ന് ആശങ്ക ഉണ്ടായി. എന്താണ് ആശങ്ക ഉണ്ടായത്? ഇപ്പോൾ ഇത് മോശமான നിലക്ക് അള്ളാഹു ഖുർആനിൽ ആയത്ത് അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, എന്നാൽ ഇപ്പോഴും ആളുകൾ ആ തിന്മ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ഹറാം ആവോ എന്നൊക്കെ പേടിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു എന്നാണ് ലമ്മ നസല തഹരീമുൽ ഖംറി, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു എന്നാണ്, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ശിഫാഅൻ, അള്ളാഹു ഒരു പൂർണ്ണമായ ബയാൻ, മദ്യം ഹറാമാണെങ്കിൽ ഹറാമാണെന്ന് പറയുന്ന കോലത്തിൽ അള്ളാഹുവെ ഒരു ആയത്ത് വേണം എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തു എന്നാണ്. അപ്പോഴാണ് ഫനസലത്തിൽ ആയത്തുൽ ലത്തി ഫിൻ നിസാ, സൂറത്തുൽ നിസായിലെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ, നിങ്ങൾക്ക് ലഹരി ഉള്ളപ്പോൾ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരരുത് എന്ന ആയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ സ്വഹാബാക്കൾ നിസ്കാരത്തിലേക്ക് മദ്യം ഒഴിവാക്കി. നിസ്കാര സമയമാകുമ്പോൾ ഇഖാമത്തിന്റെ സമയമാകുമ്പോൾ റസൂൽ വിളിച്ചു പറയും, ആർക്കെങ്കിലും വിളിച്ചു പറയും, അലാ ലാ യഖറബന്ന സ്വലാത്ത സുഖ്റാൻ, ലഹരി ഉള്ളവൻ നിസ്കാരത്തിലേക്ക് വരരുത് എന്ന് നിസ്കാര സമയം വിളിച്ചു പറയും. നിസ്കാരത്തിന്റെ സമയത്ത് ആരും മദ്യം അനുവദിക്കൂല, അല്ലാത്ത സമയത്ത് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഒരു മനക്കുത്തുണ്ടായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല വീണ്ടും ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ശിഫാൻ, അല്ലാഹുവേ പൂർണ്ണമായ ഒരു ഹുക്ം, മനസ്സിന് തൃപ്തി കിട്ടുന്ന രൂപത്തിൽ അല്ലാഹുവേ മദ്യത്തിന്റെ വിഷയത്തിൽ ഒരു കൽപ്പന അല്ലാഹു അവതരിപ്പിച്ചു നൽകണേ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോഴാണ് ആയത്ത് ഇറങ്ങുന്നത്, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനി അവസാനിപ്പിക്കുന്ന സമയമായില്ലേ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല റാഹത്തായി എന്നാണ്. അഥവാ ഒരു വിഷയത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും ആ സംശയം ക്ലിയർ ആക്കിയത് ഹറാമാണെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കാൻ സ്വഹാബാക്കൾ കാണിച്ച താല്പര്യമാണ്. ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമാ മുശ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറു മിനൻ നാസ്, ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, ഇതിനിടയിൽ എന്തെങ്കിലും സംശയമായ കാര്യമുണ്ടെങ്കിൽ ആ സംശയത്തിൽ പോകാതിരിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പോൾ സ്വഹാബാക്കൾ മദ്യത്തിൽ എത്രത്തോളം അഡിക്റ്റായി എന്ന് പറഞ്ഞാൽ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്തു സാഖൽ ഖൗം ഫി മൻസിലി അബീ ത്വൽഹ, അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആലയുടെ വീട്ടിൽ വെച്ച് ഞാൻ ഖൗമിന്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയാണ്, അബൂ ത്വൽഹ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ വെച്ച് ഞാൻ സമൂഹത്തിന് മദ്യം വിളമ്പുകയായിരുന്നു, ഖംർ വിളമ്പുകയായിരുന്നു. അപ്പോഴാണ് ഫനസല തഹരീമുൽ ഖംറി, മദ്യം ഹറാമ എന്ന വചനം അവതരിപ്പിക്കപ്പെടുന്നത്. ഫഅമറ മുനാദിയൻ യുനാദി, ആ പുറത്ത് എന്തൊക്കെ ഒച്ചയാക്കുന്നുണ്ട്, പുറത്ത് മൊത്തം ഒച്ചയും വിളിയും ബഹളമാണ്. കാരണം അവർക്ക് സമൂഹം അഡിക്റ്റായി പോയി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ഒരു കാര്യമാണ് മദ്യം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു മഹാന്മാരായ സ്വഹാബാക്കൾ വീട്ടിൽ മദ്യം വിളമ്പാണെന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി അവർ എത്രത്തോളം അതിൽ അഡിക്റ്റ് ആയിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ആയത്ത് ഇറങ്ങുന്നത്, എന്തോ പുറത്ത് ഒച്ചയും വിളിയൊക്കെ കേൾക്കുന്നു. അപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറഞ്ഞു, എന്താണ് ആ ഒച്ചയും വിളിയെന്ന് കേൾക്കാൻ പുറത്തു പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്തു പോയി നോക്കിയപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതേപോലെയാണ് ഖംർ, മദ്യം പൂർണ്ണമായി ഹറാമാക്കിയിരിക്കുന്നു എന്ന ആയത്ത് അവതരിക്കപ്പെട്ടിരിക്കുന്നു. അബൂ ത്വൽഹ റളിയല്ലാഹു തആല പറഞ്ഞു,
അത് നീ ഒഴുക്കിക്കളയുക. എന്ത് ചെയ്യുക? സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മദ്യം നീ ഒഴുക്കിക്കളയണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അരികിലൂടെ വഴിയിൽ മദ്യപ്പുഴകൾ ഒഴുകുകയായിരുന്നു. അത്രത്തോളം മദ്യം അവർ ശേഖരിച്ചു വെച്ചു, അത്ര അടിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ കൽപ്പന ഒന്നത് നീ പറ്റൂല, പിന്നെ വേറെ ചോയ്സില്ല, വേറെ സംസാരമില്ല, ഒഴുക്കിക്കളയാം. അപ്പൊ ചില സഹാബാക്കൾ വന്ന് പറഞ്ഞു, റസൂലേ ഫഖൗമുൻ ഫീ ബുതൂനിഹിം, ചില ആൾക്കാർ കുറച്ചുമുമ്പ് മരണപ്പെട്ടിട്ടുള്ളൂ. മദ്യം പൂർണ്ണമായി ഹറാമാക്കിയെന്ന ആയത്ത് കേൾക്കുന്നതിന് തൊട്ടു മുമ്പ് മരണപ്പെട്ടിട്ടേ ഉള്ളൂ. അവരുടെ വയറ്റിൽ മദ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ വയറ്റിൽ മദ്യമുണ്ട്. മദ്യം കുടിച്ച അവസ്ഥയിൽ അവർ മരണപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ അഡിക്ഷന്റെ ഒരു ഊക്ക് മനസ്സിലാക്കണം. മരിക്കുന്ന സമയം പോലും വയറ്റിൽ മദ്യമുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുകയാണ്, ലൈസ അലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹുൻ ഫീമാ തുഇമു. വയറ്റിലുള്ളതിന്റെ വിഷയത്തിൽ അവർക്ക് കുറ്റമില്ല. അല്ലാഹു വിശ്വസിച്ചിട്ടുണ്ടോ, അമലു സ്വാലിഹാത്ത് ചെയ്യുന്നവരാണോ, മദ്യം ഹറാമാക്കി എന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ വയറ്റിലുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല, അല്ലാഹു പുറത്തു കൊടുക്കുന്നു, സമാധാനമായി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല ഉദ്ർ പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ തിന്മ ചെയ്യുന്നത്, ഇന്ന തിന്മ പെട്ടോന്ന് ഇതുകൊണ്ടാണ്, ഞാൻ പലിശ എടുക്കുന്നത് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സംസാരത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ കളവ് പറഞ്ഞ് ഇതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ, സ്വഹാബാക്കൾ നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യന്മാരാണ്. ആ സ്വഹാബാക്കൾക്ക് ഇത്രത്തോളം ഫضല്, ഈ ശരീഅത്തിന്റെ തെളിവ് സ്വീകരിക്കാൻ സ്വഹാബാക്കൾ സലഫു സ്വാലിഹീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനദണ്ഡമാക്കാൻ മാത്രം ദറജയിലേക്ക് ആ സ്വഹാബാക്കൾ ഉയർന്നത്, പച്ചയായ മനുഷ്യന്മാരായിട്ടും ജീവിതം അള്ളാഹു കൽപ്പിച്ചോ റസൂൽ നിരോധിച്ചോ അവരെ തയ്യാറാക്കാൻ, അവരത് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ കൽപ്പിച്ച കാര്യം ചെയ്യാൻ അവർ തയ്യാറായി എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തിൽ കുറച്ചെങ്കിലും നന്മയുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹൃദയത്തിൽ കുടിശ്ശത ബാധിക്കാത്ത, കസ്വത്ത് ബാധിക്കാത്ത ആളുകൾ, അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? റസൂൽ കൽപ്പിച്ചോ കഴിവിന്റെ പരമാവധി ചെയ്യും, റസൂൽ നിരോധിച്ചോ പൂർണ്ണമായി ഒഴിവാക്കും. ഇതായിരുന്നു സ്വഹാബാക്കളുടെ ശൈലി. അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല ഉദ്റും പറയുമ്പോൾ, തിന്മകൾ ചെയ്യാൻ പല ഒഴിവുകളും പറയുമ്പോൾ, ഈ സ്വഹാബാക്കളുടെ കൂടെ ഇരിക്കും നമ്മൾ നാളെ ഭക്ഷണമെത്തുക. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ദുനിയാവിന്റെ ആൾക്കാരാണ്, ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും ഹറാമാണെന്ന് അറിഞ്ഞിട്ട് നല്ല ജോലി ഒഴിവാക്കിയ ആൾക്കാർ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. മസല ചോദിക്കുന്ന ഫത്വ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഉലമാക്കളുടെ ഫത്വ എന്താണ് വിഷയത്തിൽ? താഴെ വെച്ചിട്ട് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സുന്നത്തിയിട്ട് ജോലി കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്? കാരണം പേടിയാണ്. അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇവരുടെ കൂടെയാണ് നമ്മൾ നാളെ മഹ്ശറിൽ ഹാജരാക്കപ്പെടുക. അവരെ പോലെ തന്നെയാണ് അള്ളാഹു നമ്മളെ ഹിസാബ് ചെയ്യുക. അള്ളാഹു അതിനോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിക്കപ്പെടുക, അള്ളാഹു അവിടെ നടപ്പിലാക്കുന്നത് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഈ ഒഴിവുകഴി പറയുന്ന സ്വഭാവം നമ്മൾ ഒഴിവായി പോകും. അതുകൊണ്ട് കസ്വത്തുൽ ഖൽബ്, നമ്മുടെ ഹൃദയം കടുത്തുപോയി എന്നതിന്റെ അടയാളം, ശരീഅത്തിൽ ഒരു നിരോധനം വരികയും ആ നിരോധനം, ആ തിന്മകൾ ഒരു കൂസലുമില്ലാതെ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുന്നു എന്നത് നമ്മുടെ കൽബ് കടുത്തുപോയി എന്നതിന്റെ അടയാളമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടാൻ, നമ്മുടെ കർമ്മങ്ങൾ നന്നായി തീരുവാൻ ഈ രൂപത്തിലുള്ള തിന്മകൾ നമ്മൾ ഒഴിഞ്ഞേ മതിയാവും, ഒഴിവാക്കിയേ മതിയാകും. ഇല്ലെങ്കിൽ നമ്മൾ ഗഫലത്തിലായി പോകും, അശ്രദ്ധയിലായി പോകും. അതുമൂലം നമ്മൾ ദുനിയാവിന്റെ ആളുകളായി തീരും. മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ പറയുന്നതായി കാണാം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാണ്, നിനക്ക് നേരെ ചൊവ്വെ നിസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നിന്റെ നിസ്കാരത്തിൽ നിനക്ക് ഖുശൂഅ കിട്ടുന്നില്ല എങ്കിൽ, നിനക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കുക, ഖയ്യദത്ക ഖതിഅതുക, നിന്റെ തിന്മകൾ നിന്നെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്, നിന്റെ തിന്മകൾ നിന്നെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. മറ്റൊരു സലഫു സ്വാലിഹ് പറയുന്നതായി കാണാൻ കഴിയും, 6 മാസമായി എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഞാൻ കരുതുന്നു 6 മാസം ഒരു പള്ളിയിൽ ഒരു വ്യക്തി വന്നിട്ട് ദുആ ചെയ്യാണ്. ദുആ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആളുള്ള സമയത്ത് ദുആ ചെയ്തത്, കൈകളർത്തി പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഈ പണ്ഡിതന് തോന്നി, ഇത് ഇന്നഹു മുറാഇൻ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ്, ആൾക്കാരുള്ളപ്പോൾ ദുആ ചെയ്യുന്നത് എന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിപ്പോയി. ആ ഒരു തിന്മ കാരണമായിരിക്കാം ഈ 6 മാസത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തഹജ്ജുദ് മുടക്കി വെച്ചത്, എന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ അല്ലാഹു അനുവദിക്കാത്തത്, എനിക്ക് അതിനുള്ള ത്വാഖത്ത് അല്ലാഹു തരാത്തത് എന്നൊക്കെ സലഫു സ്വാലിഹീങ്ങൾ തിന്മകളെ ഓർത്ത് പറയുന്നിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കുക, നസീഹത്ത് അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കേണ്ടവനാണ് ഒരു മുഅ്മിൻ. ആ നസീഹത്ത് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിന് തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സ് കടുത്തുപോയി നമുക്ക് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ നുക്ത ഫീ ഖൽബിഹി നുഖ്തതൻ സൗദ. ഒരു തിന്മ ചെയ്താൽ അവിടെ ഒരു അടയാളം വീഴാണ്. നമ്മൾ കാണുന്നില്ല, പക്ഷെ അടയാളം വീഴുന്നുണ്ട്. ഒരു നോട്ടം, ഹറാമിലേക്ക് ഒരു നോട്ടം, അടയാളം വീഴാണ്. ഒരു മോശമായ ഒരു സംസാരം, ഹൃദയത്തിൽ അടയാളം വീഴാണ്. ഒരു മോശമായ കച്ചവടം, അടയാളം വീഴാണ്. ഓരോ തിന്മയ്ക്കും ഹൃദയത്തിന് അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സലഫു സ്വാലിഹീങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഈ കൽബിന്റെ വിഷയം നിങ്ങൾ ഗൗരവമായി തന്നെ കാണണം, അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഈമാന്റെ വിഷയം അത് ഗഫലത്തിലായി പോയാൽ, അവിടെ അശ്രദ്ധയിലായി പോയാൽ അത് നിങ്ങളുടെ ഇബാദത്തിനെയും നിങ്ങളുടെ ലദ്ദത്തിനെയും മൊത്തം ബാധിക്കുന്നതാണ്. നമ്മൾ മാറി വന്നൊരു സമയം ഉണ്ടാവും. എല്ലാ ആൾക്കാർക്കും ഈമാന്റെ ലദ്ദത്ത് കിട്ടൊരു സമയം ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ ആവശ്യമാണ് ഇബാദത്ത് ചെയ്യാനൊക്കെ. അതിപ്പോൾ ഇവിടെ പോയി ചോദിച്ചാൽ നമുക്കറിയില്ല. അതിന് കാരണം എന്താണ്? ബനൂ ഇസ്രായേലിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഖാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും.
കാലിങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ എന്തായി? ഹൃദയം കടുത്തു പോയി. അപ്പോൾ ആദ്യമൊക്കെ ഉള്ള സുന്നത്തൊക്കെ ഉണ്ടാവും, നല്ലതൊക്കെ ഉണ്ടാവും, നല്ല ഒരു ഉഷാറായിട്ട് ഭാഗത്തൊക്കെ പോകും. പിന്നെ കുറച്ച് ഒഴിവാക്കും, പിന്നെ കുറച്ച് തിന്മകൾ വരും, പിന്നെ അത് സ്ഥിരമാവും, പിന്നെ വലിയ തിന്മകളാകും. ഇങ്ങനെ കാലം കഴിഞ്ഞു പോകും തോറും തിന്മകൾ ഇങ്ങനെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴാണ് ഹൃദയം കടുത്തു പോകുന്നത്. അതുകൊണ്ട് കൽബിനെയും ഈമാനിനെയും പ്രാർത്ഥിച്ചതുപോലെ അല്ലാഹുമ്മ ജദ്ദിദിൽ ഈമാന ഫീ ഖൽബി, അല്ലാഹു എൻ്റെ കൽബിൽ നീ ഈമാൻ അല്ലാഹു പുതുക്കി തരണേ. ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കണം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട് കാണാൻ കഴിയും, ഞാൻ മിസ്രിൽ പോയപ്പോൾ മിസ്രിൽ ചെന്ന് 1000 പണ്ഡിതന്മാരെ കണ്ടു. അദ്ദേഹത്തിന്റെ മിസ്രിലേക്കുള്ള യാത്രയിൽ അവിടെ ചെന്ന് ഞാൻ 1000 പണ്ഡിതന്മാരെ കണ്ടു. ഈമാന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയപ്പോൾ അവരെല്ലാവരും എന്നോട് ഒരേപോലെ പറഞ്ഞു, അൽ ഈമാൻ യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. ഈമാൻ കൂടുന്നത് അള്ളാഹുവിനോടുള്ള അനുസരണ കൊണ്ടാണ്, ഈമാൻ കുറയുന്നത് അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കൊണ്ടാണ് എന്ന് 1000 പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞു. അത് ദലീലിന്റെ അടിസ്ഥാനത്തിലാണ്, അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈമാൻ വഴുതുപോലൊന്നും ഉഷാറാവുന്നില്ല, കൂടുന്നില്ല, നിസ്കാരമൊന്നും ഇബാദത്തൊന്നും ശരിയാവില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ത്വാഅത്തിൽ അള്ളാഹുവിനുള്ള അനുസരണ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഗൗരവകരമായ പല മാസിയത്തുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നാണ് നമ്മളിവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളായി ഗഫ്ലത്തിലായി പോകാതിരിക്കുക. ഹൃദയം കടുക്കാനുള്ള ഒരു കാരണം തന്നെ ഗഫ്ലത്തിലായി പോവുക. ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നില്ല, കാണേണ്ടത് കാണുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. മുഴുവൻ ദുനിയാവിന്റെ ഷുഗലിലായപ്പോൾ ഹൃദയം ഗഫ്ലത്തിലാവും. നമ്മളെ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചത് ഈ പള്ളിയിരിക്കുന്ന ആർക്കും ഈ ആയത്തെ ഹിഫ്ളില്ലാത്ത ആളുണ്ട് ഞാൻ കരുതുന്നില്ല. ഏതൊരു മനുഷ്യനുണ്ടാവും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ അങ്ങനെ ആക്കിയതാണ്. ഈ ആയത്തറിയാത്ത ആരും പള്ളിയിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുജ്ജത്ത് സ്ഥാപിക്കാൻ. ഈ ദുനിയാവിൽ നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചതിന്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ശ്രദ്ധയിൽ ഇതിനു വേണ്ടിയാണ് ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന പ്രഥമ ലക്ഷ്യം മാറി നമ്മൾ മറ്റുള്ള ലക്ഷ്യങ്ങളിലേക്ക് തിരിയരുത്. ഒരിക്കലും സ്വഹാബി വീട് പണിയാണ്. വീട് പറഞ്ഞാൽ നമ്മളെപ്പോലെ വലിയ വീടൊന്നുമല്ല, ടെന്റ് പണിയാണ്. ഹുസ്ൻ ഹദീസിലുള്ളത് എന്നാണ്. അദ്ദേഹത്തിന്റെ വീടൊന്ന് പൊളിഞ്ഞു വന്നപ്പോൾ ആ വീട് നേരാക്കി ഒന്ന് മോടി കൂട്ടാണ്, പണിയാണ്, ചെറിയ കൂര. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, മരണം ഇതിനേക്കാൾ അടുത്തുണ്ട്. അദ്ദേഹം മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഒരു തിന്മയും ചെയ്തിട്ടില്ല. പക്ഷേ ഭൗതികപരമായ ഒരു വിഷയത്തിൽ കൂടുതൽ വ്യാപൃതനാകുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, മരണത്തെ മറന്നിട്ട് എന്ത് ചെയ്യേണ്ട, ദുനിയാവിന്റെ ഭൗതികമായ വിഷയത്തിലും കൂടുതൽ അങ്ങോട്ട് ആഴത്തിലേക്ക് പോകേണ്ട, മരണത്തോർത്തെല്ലാം ചെയ്തു, അപ്പോൾ എല്ലാം റാഹത്താവും എന്ന സ്വഹാബിയോട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗഫ്ലത്തിലേക്ക് പോകാതെ നസീഹത്തുകൾ കേൾക്കുമ്പോൾ അതിലൂടെ മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇലാജ് ചെയ്യുക, പരിശോധിക്കുക. നമ്മൾ എല്ലാ ആഴ്ച ഓരോ ഖുത്ബ കേൾക്കുന്നു. ഓരോ ഖുത്ബയിൽ ഓരോ വിഷയമാണ്. ഖുത്ബ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ ഖുത്ബ പോകണമെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലാണ്. അതല്ല ഇന്നത്തെ ഖുത്ബയിൽ ഇന്ന കാര്യം കേട്ടു, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന കാര്യം കേട്ടു, അത് നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണ്ടേ, ഇന്നത്തെ ഖുത്ബയിൽ കേട്ട പകുതി കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടേ എന്ന് ചിന്തിച്ച് മാറ്റാൻ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഹൈറിലാണ്. സാധാരണ ഉലമാക്കൾ പറയാറുണ്ട്, സക്കാത്തിന് സമ്പത്തിന് സക്കാത്തുള്ളത് പോലെ തന്നെ ഇൽമിനും സക്കാത്തുണ്ട് എന്നാണ്. എങ്ങനെ? സമ്പത്തിന് സക്കാത്തുള്ളത് പോലെ തന്നെ ഇൽമിനും സക്കാത്തുണ്ട്. ഇൽമിനും സക്കാത്ത് എങ്ങനെയാണ്? അത് ഒരു 10 ഇൽമ് കേട്ടാൽ അതിൽ 2.5% ജീവിതത്തിൽ കൊണ്ടുവരലാണ്. ഒരു 10 ഇൽമുണ്ടോ കയ്യിൽ 2% കൊണ്ടുവരിക. നമ്മുടെ അവസ്ഥ എന്താണ്? ഒരുപാട് ഇൽമൊക്കെ ഉണ്ട്, പക്ഷേ 1% പോലും, അല്ലെങ്കിൽ 0.5%, 1% പോലും എന്തില്ല നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ ഇൽമിന് സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ഇൽമിൽ സിയാറത്ത് ഉണ്ടാവില്ല, ഇൽമിൽ വളർച്ച ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇൽമ ഉണ്ടെങ്കിൽ തന്നെ ആ ഇൽമിൽ ബർക്കത്ത് ഉണ്ടാവില്ല. ആ ഇൽമ കൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റൂല, ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയൂല, മറ്റുള്ള ആൾക്ക് പറഞ്ഞെടുക്കാൻ കഴിയൂല. ആ രൂപത്തിലേക്ക് മാറുമെന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നാൽ കഴിവിന്റെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നിന്ന് നിരോധനം വന്നാൽ അത് പൂർണ്ണമായി ഒഴിവാക്കുക. ആ ഒരു രൂപം, ആ ഒരു നസീഹത്ത് നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ഈ ഇബാദത്തിന്റെ ആസ്വാദനവും ഈമാന്റെ ലദ്ദത്തും നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും റസൂലിന്റെ കൽപ്പനയൊക്കെ വരുമ്പോൾ ചെയ്യാനും നിരോധനം വന്നാൽ ഒഴിവാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ, നസീഹത്തുകൾ കേട്ടാൻ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നന്നാക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടുകെട്ടുകളും നമ്മുടെ സറൗണ്ടിങ്സും ഒക്കെ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ വിഷയം നന്നാവാനൊക്കെ ഭയങ്കര ഉഷാറായി നമുക്ക് താല്പര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ കൂടുതലുള്ള ആൾക്കാർ അതിനൊത്ത് വന്നില്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, ഇന്ന അബ്ഗദൽ കലാമി ഇൻദല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന സംസാരം എന്താ അറിയോ? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയണം, ഇത്തഖുല്ലാഹ്, ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു, ഉപദേശിക്കാൻ. നീ അല്ലാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അലൈക ബിനഫ്സിക്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, എനിക്കറിയാം. എങ്ങനെ? നീ നിന്റെ കാര്യം നോക്കിയാൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എനിക്ക് അത്യാവശ്യം ഇൽമൊക്കെ ഉണ്ട്, ഞാൻ നോക്കിക്കോളാം എന്ന് പറയലാണ് അബ്ഗദൽ കലാമി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന കാര്യം എന്നാണ്. അവിടെ വലിയ വലിയ ഉലമാക്കൾ പോലും അവരെക്കാൾ താഴ്ന്ന ആൾക്കാരുടെ അടുക്കലേക്ക് നസീഹത്ത് വെച്ച് പോകുന്നതാണ്. കുറച്ച് നസീഹത്ത് തരും. അഹമ്മദിന്റെ കാണാം, സാധാരണ പള്ളിയിരിക്കുന്ന വൃദ്ധന്മാർക്കിലേക്ക് ഒരു അറിവില്ല, അവരുടെ പോയിട്ട് പറയും എന്തെങ്കിലും ഉപദേശം തരുമെന്ന് ചോദിക്കുന്നത്. അഹമ്മദിന്റെ ജീവിതത്തിൽ വലിയ പരീക്ഷണം ഉണ്ടായ സമയമുണ്ട്.
അള്ളാഹുവിന്റെ കലാം മഖ്ലൂക്കാണെന്ന് വാദിച്ച ആൾക്കാരുമായി ഉണ്ടായ ഇമാം അഹ്മദിന്റെ ജീവിതത്തിലെ ആ ഒരു പരീക്ഷണം. ആ സമയത്ത് ഇമാം അഹ്മദ് പറയാണ്, എന്നെ പിടിച്ചു നിർത്തിയത് ഒരു വൃദ്ധന്റെ വർത്തമാനമാണ്, ഒരു വയസ്സായ വർത്തമാനമാണ്. ഇമാം അഹ്മദ്, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞങ്ങളുടെ വിഷയത്തിൽ പേടിക്കാണ്, നിങ്ങളൊന്നും പേടിക്കരുത്, നിങ്ങൾ ഈ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് മാറരുത്. ഇത് അമുത്ത ഷഹീദൻ, മരിച്ചാൽ ഷഹീദായി മരിക്കാം, ഇനി ജീവിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഇത് ഉണ്ടാവുള്ളൂ, വേറെ ഉണ്ടാവില്ല എന്നാണ് ഇമാം അഹ്മദ് പറയാണ്. എൻ്റെ കൽവിന് വലിയ ഖുവത്ത് ഈ ഒറ്റ വാക്ക് തന്നു. ഏത് വാക്കാണ്, ഏത് സംസാരം നമ്മുടെ മനസ്സിലേക്ക് കൊടുത്താൽ നമുക്കറിയില്ല. അതുകൊണ്ട് ഒരു സംസാരവും ആരും നമ്മൾ കൊച്ചാക്കാനുണ്ട, നസീഹത്ത് ചോദിച്ചു പോവാം. നസീഹത്തുള്ള ഖുത്ബയിൽ മാത്രമല്ല, സാധാരണ നമ്മുടെ ഉസ്താദന്മാരൊക്കെ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയും, പൊതുവായ പ്രഭാഷണങ്ങളെക്കാളും ഖുത്ബയെക്കാളും ചിലപ്പോൾ ചില ആളുകൾക്ക് ഒറ്റയ്ക്കുള്ള സംസാരത്തിൽ ഉണ്ടാവുന്നത്, ഒറ്റയ്ക്കുള്ള സംസാരത്തിൽ ഇഖ്ലാസോട് കൂടി, ആ ഇഖ്ലാസ് കൂടല്ലോ ഒറ്റയ്ക്കുള്ള സംസാരത്തിൽ. അങ്ങനെ ഒറ്റയ്ക്കുള്ള സംസാരം, ഒറ്റയ്ക്കുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല സറൗണ്ടിങ്സ്, നല്ല ചുറ്റുപാടുകൾ, അത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിനും നമ്മുടെ ഇബാദത്തിന്റെ ആസ്വാദത്തിനും വലിയ കരുത്ത് നൽകും. വലിയ ഉലമാക്കൾ ആ രൂപത്തിൽ നസീഹത്ത് തേടി യാത്ര ചെയ്തിട്ടുണ്ട് എന്നും, നല്ല നസീഹത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നസീഹത്തിന് വേണ്ടി ഒരുപാട് യാത്ര ചെയ്താൽ നസീഹത്ത് വാങ്ങാൻ പോകുന്ന അവരുടെ അടുത്ത് ഇൽമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷേ നസീഹത്ത് അത് ഖൽബിലേക്ക് ഇറങ്ങാൻ അത് തൗഫീഖാണ്, അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗഫലത്തിലാകാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നാളെ മഹ്ശറയിലെത്തുമ്പോൾ ഖേദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഖേദിക്കുന്ന ആളുകൾ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എൻ്റെ ഏടിൽ എഴുത്ത് വരേണ്ടത്, ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാവേണ്ടതാണല്ലോ, ഈ തിന്മയൊന്നും ഞാൻ തിന്മയാണെന്ന് കരുതി ചെയ്തതല്ലോ എന്ന് ഓർത്ത് ഖേദിക്കുന്ന ആൾക്കാരുണ്ട്. മുശ്രിക്കുകൾക്ക് കാര്യം പറയാൻ മനസ്സിലാവും, ആദ്യം തർക്കിക്കും, പിന്നെ അള്ളാഹു ഹുജ്ജത്ത് സ്ഥാപിക്കും, പിന്നൊന്നുമില്ല. ഖേദിക്കുന്ന ആൾക്കാരുണ്ട്, ഖേദിക്കുന്ന ആൾക്കാർ. ഒരു ഹദീസിൽ കാണാം, നാളെ മഹ്ശറയിലേക്ക് എത്തുമ്പോൾ ഒരാൾ അള്ളാഹുവായിട്ട് തർക്കിക്കുന്നു. എന്താ അള്ളാഹുവായിട്ട് തർക്കം? അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ഈ തിന്മ ഞാൻ ചെയ്തിട്ടില്ല, കാരണം അന്ന് മുമ്പ് അറിഞ്ഞു ചെയ്തല്ല, അപ്പോൾ അറിഞ്ഞു ചെയ്തല്ലെന്ന്. അപ്പോൾ അള്ളാഹു എന്താ ചെയ്യേണ്ടത്? സാക്ഷികളെ കൊണ്ടുവരണം. അപ്പോൾ ഭൂമി സംസാരിക്കും, അവൻ്റെ ചുറ്റുപാടുണ്ടെന്ന ആൾക്കാർ സംസാരിക്കും. അപ്പോൾ പറയും, ഇവരൊന്നും സംസാരിച്ചാൽ പറ്റില്ല, എന്നിൽ നിന്ന് തന്നെ സാക്ഷികളെ കൊണ്ടുവരണം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ കൈകൾ സംസാരിക്കും, അവൻ്റെ കാലുകൾ സംസാരിക്കും, അവൻ്റെ നാവ് സംസാരിക്കും. അപ്പോൾ അവൻ്റെ അവയവത്തോട് അവൻ പറയുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം വാദിച്ചത്, എന്നിട്ട് നിങ്ങളെ എനിക്ക് നേരെ തിരിയാണോ എന്ന് പറഞ്ഞ് ഖേദിക്കുന്ന ഒരു വിഭാഗമാണ് നാളെ മഹ്ശറയിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന നസീഹത്ത്, ഉപദേശങ്ങൾ, അത് ഓരോ ആഴ്ച അല്ലാഹു സുബ്ഹാനഹു നൽകിക്കൊണ്ടിരിക്കാൻ. ഈ നമ്മുടെ ഈ സുബഹി നിസ്കാരത്തിൽ വെള്ളിയാഴ്ച എല്ലാ സുബഹിക്കും സൂറത്ത് സജദ ഓതാൻ സുന്നത്താക്കിയത്, സുബഹിക്ക് മുമ്പുള്ള നിസ്കാരങ്ങൾ സൂറത്തുൽ കാഫിർ ഓതാൻ അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയത്, ജുമുഅ ദിവസം സൂറത്തുൽ അലയും ഖാശിഈൻ ജുമുഅയും മുനാഫിഖൂനൊക്കെ ഓതാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയത്. കാരണം ഈ സൂറത്തുകളിൽ ഒരുപാട് ഉപദേശമുണ്ട് എന്നാണ്. ഖിയാമത്ത് നാളിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ദുനിയാവിന്റെ നിസാരതയെ പറ്റിയൊക്കെ ഈ സൂറത്തിൽ എന്തുകൊണ്ട് വലിയ ഉപദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഉപദേശം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാറ്റം ഉണ്ടാവും. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുകൾ ആവർത്തിച്ച് പാരായണം ചെയ്യാൻ പറഞ്ഞതാണ്. സൂറത്തുൽ കാഫിറിൽ ഒരുപാട് റസൂൽ ഓതാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ തൗഹീദും ഷഹദത്ത് കലിമയും ലാ ഇലാഹ ഇല്ലല്ലാഹും കുഫറിന്റെ ഗൗരവവും അവന്റെ മനസ്സിന് ബോധ്യപ്പെടണമെന്നത് കൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ സൂറത്തുൽ കാഫിർ ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ട് നസീഹത്തുകൾ അത് വലിയ വിലപിടിപ്പുള്ള വസ്തുവാണ്, വിലപിടിപ്പുള്ള കാര്യമാണ്. എല്ലാവർക്കും അത് കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കൂല. നമുക്കൊരു ഖുത്ബയ്ക്ക് നേരത്തെ വന്നിരുന്ന് ആ ഖുത്ബയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന അതിന്റെ ഉപദേശങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനും മനസ്സുണ്ടെങ്കിൽ അല്ലാഹു തന്നെ തൗഫീഖാണ്. പല ആൾക്കാർക്കും ഖുത്ബയ്ക്ക് നേരത്തെ എത്താൻ കഴിയുന്നില്ല, പല ആൾക്കാർക്കും ക്ലാസ്സുകളും ഖുർആൻ ക്ലാസ്സുകളിലും ഹദീസ് ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ തൗഫീഖ് കിട്ടുന്നില്ല. നമുക്കത് കിട്ടുന്നുണ്ട് എങ്കിൽ അത് അല്ലാഹു നമുക്ക് നൽകിയ തൗഫീഖാണ്. ആ തൗഫീഖിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുക, നമ്മളത് പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇബാദത്ത് ചെയ്ത് ഖുത്ബകളും ഖുർആൻ ക്ലാസ്സുകളും ഖുർആൻ കേൾക്കുന്ന ആശയങ്ങളും ഒന്നും കേട്ടുപോകേണ്ട കാര്യമല്ല എന്ന് മനസ്സിലാക്കി അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുന്നതിലേക്ക് മാറട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ ആഡംബരത്തിൽ മുഴുകി പോകാതെ ആഖിറത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിന് കൂടുതൽ ഗൗരവം നൽകി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുന്നതിലേക്ക് മാറട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഈമാനിന്റെ ലദ്ദത്ത് ആസ്വദിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അല്ലാഹു തആല ഇബാദത്തുകൾ ഒരുപാട് ചെയ്യാനും സുന്നത്തുകൾ ഒരുപാട് വർദ്ധിക്കാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുന്നതിലേക്ക് മാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്കലിതങ്ങൾ പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു കൂടുതൽ അറിവുകൾ നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പവും അതിൽ നിന്നുള്ള വിടുതിയും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മളെയും അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. يا حي يا قيوم برحمتك نستغيث.